നിന്റെ ശങ്കരേട്ടനുണ്ടല്ലോ, അയാൾ നിന്നെയും കൊണ്ടേ പോവുള്ളൂന്നാ തോന്നുന്നത് കേട്ടാ. ഒന്ന് പോടാ. നീ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, സൂക്ഷിക്കണം. നിന്റെ ഈ തോന്നലുകളുണ്ടല്ലോ, അത് അപകട. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഡോക്ടറെ കാണും. നല്ല അസലൊരു സൈക്കാട്രിസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഡോക്ടർ ബാഹുലെ. അയാളുടെ അഡ്രസ്സ് എൻ്റെ ഈ കാണും. എൻ്റെ ഈ കാണുമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടാവും. ഇതാണ് ഇപ്പം എൻ്റെ ലോകം. ഇതൊക്കെ ആരാ ഇതിനകത്ത് കൊണ്ടുവച്ചത്? ആ, കിട്ടി. ഡോക്ടർ ബാഹുലേയൻ. നിന്നെപ്പോൾ കണ്ടതത്ര നന്നായി. ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നു. നിന്നെയൊന്നും ഇനി ബുദ്ധിമുട്ടിക്കാൻ വയ്യടേ. ശരി, പോട്ടെടാ. അല്ലെങ്കിൽ വേണ്ട, നീ ഒരു 1000 രൂപ നിന്ന്. 500 ഉള്ളൂ. ഓ, സാരമില്ലടേ, നീ ഇനി അതിന് വിഷമിക്കണ്ട. ഞാൻ ഇനിയും വരാം. അയ്യോ, മറന്നു മറന്നു മറന്നു. എന്താ മറന്നേ? മറന്നു. 2 മണിക്കൂറാ നിങ്ങളെ കാത്ത ഹോളിനടുത്തുള്ള ബേക്കറിയുടെ മുന്നിൽ ഞാൻ നിന്നത്. റിസപ്ഷന് പോകുന്ന ആളുകൾ മുഴുവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാനേ ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയി. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ അല്ലേ? പിന്നെ ഈ പേഷ്യന്റ് വന്നത് കൊണ്ടായി ഞാൻ. പേഷ്യന്റ് ആദ്യം നിങ്ങൾ തന്നെ ചികിത്സിക്കേണ്ടത്. മിസ്റ്റർ മോഹനകൃഷ്ണൻ അല്ലേ? അതെ, ഞാൻ മാലിനി. എന്റെ ഭാര്യയാണ്. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് ശങ്കരമാഷിന്റെ കല്യാണത്തിന്. ആ, എനിക്ക് ഓർമ്മയുണ്ട്. മാഷ് പോയില്ലേ? മാഷ് പോയോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അല്ലേ? ശങ്കരേട്ടൻ വിടാതെ പിന്തുടരുന്ന പോലെ തോന്നുക. അതായത് ശങ്കരൻ മാഷിന്റെ പ്രേതം പേഷ്യന്റ്. ഇനി നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കടക്കാം. ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് ആണിത്. ഞാൻ നിങ്ങളെ ഒരു നീണ്ട നിദ്രയിലേക്ക് നയിക്കുകയാണ്. നീ എന്തിനാടാ എന്നെ പിടിച്ച് ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോകുന്നു? അതങ്ങനെയല്ല ശങ്കരേട്ടാ. ശങ്കരേട്ടൻ ഇങ്ങനെ പല വേഷത്തിലും പല രൂപത്തിലും വരാൻ തുടങ്ങിയപ്പോൾ സുഹൃത്തുക്കൾ നിർബന്ധിച്ചോണ്ടാ. ശങ്കരേട്ടൻ സ്ഥിരമായിട്ട് ഒരേ വേഷത്തിലെങ്കിലും വന്നൂടെ? ഞാൻ മനഃപൂർവ്വമല്ലടാ. എങ്ങനെയെങ്കിലും നിന്റെ അടുത്തെത്താനുള്ള ബന്ധപ്പാടില് കെട്ടിയ വേഷവും രൂപമായിട്ട് അങ്ങനെ പുറപ്പെടുക. ചിലപ്പോഴൊന്നും നിന്റെ അടുത്തെത്താനും പറ്റാറില്ല. ഇതിൻ്റെ മുകളിലൊന്നും എനിക്കിപ്പോൾ ഒരു കൺട്രോളും ഇല്ലടാ. ഇപ്പം തന്നെ സമാധാനമായിട്ട് നിന്നോട് വർത്തമാനം പറയാൻ പറ്റുന്ന ആ മണ്ടൻ ഡോക്ടർ നിന്നെ ഉറക്കിയതുകൊണ്ടാ. ആ തെണ്ടി എന്നെ പ്രേതം എന്ന് വിളിച്ചില്ലേ? പോറൻ. എനിക്ക് അവനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? ആ ഡോക്ടറെ ശങ്കരേട്ടൻ അറിയോ? അയാളെ അല്ല, ഓൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഇപ്പൊ നീ കണ്ട ലോകസുന്ദരി. ഓളെന്നെ ചതിച്ചോളാടാ. അതെങ്ങനെ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങളൊരു സ്കൂളിലല്ലേ പഠിപ്പിച്ചിരുന്ന. അത് ശരി. പിന്നെ വലിപ്പവും സൗകര്യമുള്ള വേർത്തനെ കണ്ടപ്പോ ഓളവൻ്റെ പുറകെ പോയി. പക്ഷെ ഇപ്പം എനിക്കതിൽ യാതൊരു വിഷമമില്ല. രാജലക്ഷ്മിനെ പോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ. ഓളെ വിട്ട് പോരേണ്ടി വന്നില്ല. എനക്കിപ്പോ ഖേദം. മോഹനകൃഷ്ണ, നീ ഇങ്ങനെ ഡോക്ടറെയും കണ്ട് നടക്കുന്ന നേരം കൊണ്ട് ഓളെ ഒന്ന് ചെന്ന് കണ്ട് എൻ്റെ വിഷമം അറിയിക്ക്.
ശങ്കർ ഏ ഡോക്ടർ അക്കോർഡിംഗ് ടു മൈ ഒബ്സർവേഷൻസ് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. മോള് പറ, ശങ്കരേട്ടൻ്റെ കാര്യത്തിൽ ഡാഡിക്ക് എന്താ ചെയ്യാൻ കഴിയുക? Who is this Shankaretan daddy? ഹേയ് അമ്മോ അച്ചോ ഇതെവിടുന്നാ? With mom. अच्छा तो कल सुबह आना. ओके मैडम. അത് ശരി. How are you? യാ ഐ എം ഫൈൻ. അപ്പൊ നീ വീട് വിടാനുള്ള പരിപാടി ഇല്ല? വെറുതെ അല്ലല്ലോ, ചോദിക്കുന്ന വാറ് കൊടുത്തിട്ടില്ലേ. വാ. പിന്നെ എന്തൊക്കെയാ വിശേഷം? പൊക്കും വെച്ചല്ലോ. ഒരു മരൂ അച്ചടാ. വാ നമുക്ക് അതേക്ക് പോവാം. ഹേയ് ഹൗ കം? ഒരാഴ്ചത്തെ ഷൂട്ട്, ഒരു കൊച്ചു പടം വിത്ത് കേരള ആൻഡ് ദ ബാക്ക്ഡ്രോപ്പ്. ബാക്ക് വാട്ടേഴ്സ്. ബാക്ക്വാർട്ടേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരാഴ്ച അടിച്ച് പൊളിക്കാം. Vishal. ഓ വിശാൽ, നമ്മൾ അന്ന് പറഞ്ഞൊരു ഊഞ്ഞാലില്ലേ, അത് കെട്ടിട്ടുണ്ടല്ലോ. അമ്മ ഒരു ചെറിയ റോള് ചെയ്യുന്നുണ്ട് ഇതില്. ഈസ് ഇറ്റ്? യാ. വാട്ട് കൈൻഡ് ഓഫ് എ റോൾ ഗ്രാനി? For daddy. അമ്മോ മോളു സൂക്ഷിച്ച്. സോ വീട്ടില് എന്തൊക്കെയുണ്ട് വിശേഷം മോഹൻ? വീട്ടില് ശങ്കരേട്ടൻ മരിച്ചു. ഇല്ലടാ, നീയും അങ്ങനെ പറയല്ലേ. ദൈവമേ, ശങ്കരേട്ടൻ മരിച്ചോ? ഹൗ ഡിഡ് ഹി ഡൈ? ആ പാമ്പ് കടിച്ചതാ. വാട്ട്? രക്ഷിക്കാനായില്ല. മൈ ഗോഡ്, പാമ്പ് കടിച്ചിട്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി, പക്ഷെ ലേറ്റായി പോയി. അന്ന് ബന്ധായിരുന്നു, വാഹനമൊന്നും കിട്ടിയില്ല. Oh, that lousy place of yours. പാമ്പ് കടിച്ചിട്ട് ആള് മരിക്കേ? How silly. അപ്പൊ നീ എന്താ എന്നെ ഒന്ന് ഫോൺ പോലും ചെയ്യാഞ്ഞേ? എന്തോ എനിക്കാരും വിളിക്കാൻ തോന്നിയില്ല. And whatever happened to that girl? നിന്റെ ഏട്ടത്തിയമ്മ? നീ കണ്ടിട്ടുണ്ടോ അവരെ? നീ പറഞ്ഞു കേട്ടതല്ലേ ഉള്ളൂ. ബട്ട് ഷീ സോ യങ്. ഞാൻ അന്നേ പറഞ്ഞതാ, എന്തൊരു ഏജ് ഡിഫറൻസ് അവർ തമ്മില്. അമ്മോ, ഡോണ്ട് ബ്രേക്ക് തിങ്സ്.